നമുക്ക് വായിക്കാം ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 7-ാമത്തെ വചനം. അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. അതിന്റെ കീർത്തി ലെബാനോനിലെ വീഞ്ഞിൻ്റെത് പോലെ ഇരിക്കും. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. തികഞ്ഞ ദൈവസാന്നിധ്യം ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഉണ്ട്. ദൈവത്തിൽ നിന്ന് ജനം അകന്നുപോയി അവർ ദൈവത്തിലേക്ക് വരുന്നതിനെ പ്രവാചക ഭാഷയിൽ വിവരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ നിഴലിൽ നീ പാർക്കുകയാണെങ്കിൽ ഇനിയും നിനക്ക് ധാന്യം വിളയും, ഇനിയും നിന്റെ മുന്തിരിവള്ളി കിളിർക്കും, ഇനിയും നിന്റെ കീർത്തി ദേശത്ത് പരക്കും. ദൈവത്തിൻ്റെ നിഴലിൽ പാർക്കുന്ന ഒരു മനുഷ്യനുണ്ടാകുന്ന 3 അനുഗ്രഹങ്ങളാണ് പ്രവാചകൻ ഇവിടെ പ്രവചിക്കുന്നത്. ഇതിൻ്റെ ആത്മീയ അർത്ഥം മാത്രമാണ് ആമി വെളിപ്പെടുത്തിക്കൊണ്ടു പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ നിഴലിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതോടൊട്ടാണ് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാൻ പോകുന്നത്. സങ്കീർത്തന പുസ്തകങ്ങൾക്കകത്ത് ദാവീദ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ആമി 17-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെയും 9-ാമത്തെയും വാക്യമാണ് നമ്മൾ വായിച്ചു തുടങ്ങുന്നത്. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന വായിച്ചുകൊണ്ട് നമുക്ക് സന്ദേശം ആരംഭിക്കാം. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. 2 കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുക. ഒന്ന്, കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണം. എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കൾ എന്നെ എത്തിപ്പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണം. ഇപ്പം 2 പദങ്ങൾ അവധി എടുക്കുകയാണ്. 1 കാക്കേണമേ, 2 മറക്കേണമേ. ഒരു ദൈവവൈതൽ എക്കാലത്ത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചൊരു ദൈവവൈതൽ ദൈവത്തിൻ്റെ കാവലിലാണ്. എത്ര പേർക്ക് ആ ഉറപ്പുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ ഉറപ്പില്ലാത്തവർ ഇന്ന് ആ ഉറപ്പ് പ്രാപിക്കണം. ഇവിടെ പ്രാർത്ഥിക്കുക. എങ്ങനെ കാക്കണം? കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാക്കണം. എന്നാൽ 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ആദ്യം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞ 17-ാം സങ്കീർത്തനം. 16-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തില് ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. ദൈവത്തിന്. അപ്പം ഈ ഭക്തൻ ആഗ്രഹിക്കുവാണ്, എനിക്ക് ദൈവത്തിൻ്റെ കാവലിൽ ജീവിക്കണം. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ ഒരു കാര്യം പറയാം. നിന്റെ എതിരാളി എത്ര കരുത്തനാണെങ്കിലും നീ പേടിക്കണ്ട, നീ ദൈവത്തിൻ്റെ കാവലിലാണ്. അത്ര വലിയ സ്ട്രോങ് കാവലാണ് ദൈവം നിനക്ക് ഇട്ടേക്കുന്നത്.